എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാസിക്കിലെ പഞ്ചവടി എന്ന സ്ഥലത്തേക്കാണ്. ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. പാണ്ഡവർ ധ്യാനിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയും അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളും വനവാസകാലത്തിൻ്റെ അടയാളവുമായി ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അത്തരത്തിലൊരിടമാണ് സീതാഗുഫ എന്നറിയപ്പെടുന്ന സീതാഗുഹ. 5 ആൽമരങ്ങളുടെ നടുവിൽ എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി സ്ഥിതി ചെയ്യുന്ന സീതാഗുഹ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പഞ്ചവടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിറയെ കാഴ്ചകളുണ്ടെങ്കിലും പഞ്ചവടിയിലെ പ്രധാന ആകർഷണം സീതാഗുഹയാണ്. രാമന്റെ വനവാസകാലത്ത് സീതയോടൊപ്പം താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടെ വളരെ ശാന്തമായ അന്തരീക്ഷമാണുള്ളത്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് ഇവിടെ നിന്നാണ് എന്നൊരു വിശ്വാസമുണ്ട്. ലക്ഷ്മണൻ തൻ്റെ അടുത്തെത്തിയ ശൂർപ്പണഖയുടെ മൂക്ക് ഛേദിച്ചതും ഇവിടെ വെച്ചാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇവിടെ സീതാഗുഹയ്ക്ക് സമീപം എത്തിയാലും എല്ലാവർക്കും ഉള്ളിലേക്ക് കടക്കുവാൻ സാധിക്കില്ല. ഉള്ളിലേക്ക് പോകും തോറും ഇടിഞ്ഞു വരുന്ന ഗുഹയാണിത്. കൂടാതെ ഇതിൻ്റെ ഉയരവും അതിനനുസരിച്ച് കുറയുന്നു. ചിലയിടങ്ങളിൽ മുട്ടുകുത്തി നിരങ്ങി ഇരുന്നു മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. 2.5 മീറ്റർ മുതൽ 3 മീറ്റർ വരെയാണ് ഗുഹയുടെ ഉയരം. രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ത്രിമൂർത്തി വിഗ്രഹം, സീത പൂജിച്ചിരുന്ന ശിവലിംഗം തുടങ്ങിയവയാണ് ഇതിനുള്ളിലുള്ളത്. പഞ്ചവടിയുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചേർന്ന് 14 വർഷത്തെ വനവാസത്തിന് പോയപ്പോൾ അവർ പഞ്ചവടിയെ അവരുടെ വാസസ്ഥലമാക്കി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 5 ആൽമരങ്ങളുടെ പൂന്തോട്ടം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സീതാഗുഫയ്ക്ക് സമീപമുള്ള ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴും ഈ മരങ്ങൾ കാണാൻ കഴിയും. രാമായണ കാലഘട്ടത്തിൽ പോലും അവ നിലനിന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും താമസിച്ചിരുന്ന പർണശാലയും ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഇതിനടുത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവുമുണ്ട്. ഇവിടുത്തെ മൂർത്തി സ്വയംഭൂവാണ്. ഏകദേശം 11.5 അടി ഉയരമുണ്ട് ഈ മൂർത്തിക്ക്. ഗൗതമ മുനി തപസ് അനുഷ്ഠിച്ച സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചവടിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് തപോവനം. രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖയുടെ മൂക്ക് ലക്ഷ്മണൻ മുറിച്ചത് ഇവിടെയാണെന്നും പറയപ്പെടുന്നു. തപോവനത്തിലെ ശാന്തമായ അന്തരീക്ഷം ധ്യാനത്തിനും വിശ്രമത്തിനും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. ഇവിടെ ലക്ഷ്മണനായി പ്രത്യേക ഒരു ക്ഷേത്രം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. നാസിക് ജില്ലയിലെ തപോവനിലുള്ള ഒരു സ്മാരകമാണ് ശ്രീരാമ പ്രതിമ. ഇതിന് 21 മീറ്റർ ഉയരമുണ്ട്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമയാണിത്. 2024 ഒക്ടോബർ 12-ന് ഇസ്കോണിലെ ഗൗരംഗ് ദാസ് പ്രഭുവും വിനായക് ഗോവിൽക്കറും ചേർന്ന് ഇത് അനാച്ഛാദനം ചെയ്തു. നാസിക് നഗരത്തിൽ കപില, ഗോദാവരി എന്നീ 2 നദികളുടെ സംഗമ സ്ഥാനമാണ് തപോവനം. തപോവനത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതാദേവി എന്നിവരുടെ വിഗ്രഹങ്ങൾ നമുക്ക് കാണാം. കപില മഹർഷി ധ്യാനിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു തീർത്ഥം ഇവിടെയുണ്ട്. ബ്രഹ്മതീർത്ഥം, ശിവതീർത്ഥം, വിഷ്ണു തീർത്ഥം എന്നിങ്ങനെ 3 കുളങ്ങളുണ്ട്. അടിത്തട്ടിൽ ഇടുങ്ങിയ വഴികളാൽ അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന മറ്റൊരു കുളവുമുണ്ട് ഇവിടെ. രാവണന്റെ മകനായ മേഘനാഥനെ കൊല്ലാൻ ലക്ഷ്മണൻ 12 വർഷം ഇവിടെ ധ്യാനിച്ചിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് തപോവന എന്ന പേര് ലഭിച്ചത്. രാവണന്റെ സഹോദരി ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ച് ഗോദാവരി നദിയുടെ മറുകരയിൽ എറിഞ്ഞതും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു.
അങ്ങനെയാണ് നഗരത്തിന് നാസിക് എന്ന പേര് ലഭിച്ചത്. ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗംഗാ ഗോദാവരി ക്ഷേത്രം രാംകുണ്ട് പഞ്ചവടിക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർ ഗോദാവരി നദിയിലെ പുണ്യജലത്തിൽ മുങ്ങിക്കുളിക്കുന്നു. 2015 അതേ വർഷം നടന്ന സിംഹസ്ഥ കുംഭമേളയെ അടയാളപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് ഭക്തർക്കായി കവാടങ്ങൾ തുറന്നപ്പോഴാണ് ഈ ക്ഷേത്രം പ്രശസ്തി നേടിയത്. പഞ്ചവടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം രാംകുണ്ടാണ്. ശ്രീരാമൻ അവിടെ കുളിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാലാണ് ഇതിന് അങ്ങനെ പേര് ലഭിച്ചത്. ഈ കുണ്ടത്തിൽ മുങ്ങിയ അസ്ഥികൾ ഉടൻ തന്നെ വെള്ളത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ പുണ്യകുണ്ടത്തിൽ മുങ്ങുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. രാംകുണ്ടിൽ നിന്നും പഞ്ചവടിയിലേക്കുള്ള പാതയിലാണ് കപാലേശ്വർ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ശിവനെയാണ് ഇവിടെ കപാലേശ്വരനായി ആരാധിക്കുന്നത്. ശിവലിംഗമുണ്ടെങ്കിലും നന്ദിയുടെ പ്രതിമ കാണാത്ത ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണിത്. ഒരിക്കൽ എന്തോ ഒരു കാര്യത്തിന് ബ്രഹ്മാവിനോട് കോപിച്ച് ശിവൻ ബ്രഹ്മാവിൻ്റെ തല വെട്ടുകയുണ്ടായി. ബ്രഹ്മഹത്യ എന്ന പാപമാണ് താൻ ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ ശിവൻ അതിനുള്ള പരിഹാരം അന്വേഷിച്ച് നടപ്പായി. എന്നാൽ ആർക്കും ഒരു ഉത്തരം നൽകാനായില്ല. അവസാനം ശിവന്റെ വാഹനമായ നന്ദി ശിവനോട് ഗോദാവരി നദിയിൽ പോയി സ്നാനം നടത്തുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്തപ്പോൾ പാപങ്ങളെല്ലാം തീർന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ ശിവൻ നന്ദിയെ തൻ്റെ ഗുരുവായി സ്വീകരിക്കുകയും ശിവനേക്കാൾ വലിയ സ്ഥാനം നേടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ശിവന്റെ ഒപ്പം നന്ദിയെ കാണാത്തത് എന്നാണ് വിശ്വാസം. കപാലേശ്വർ മന്ദിർ സന്ദർശനം ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ദർശനത്തിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സീതാഗുഹ കഴിഞ്ഞാൽ പഞ്ചവടിയിൽ കാണാനുള്ള ഒരിടമാണ് കാളാറാം മന്ദിർ. ഇവിടെ എത്തിയാൽ എത്ര വലിയ സന്തോഷവും ഇരട്ടിയായി മാറുമെന്നാണ് വിശ്വാസം. വനവാസകാലത്ത് രാമനും സീതയും ലക്ഷ്മണനോടൊപ്പം ഇവിടെയും കുടിൽ കെട്ടി താമസിച്ചിരുന്നു അത്രേ. അതിന് തൊട്ടടുത്തായി രാമൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇത് കറുത്ത കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് രാംഷേജിൽ നിന്ന് കല്ലുകൾ കൊണ്ടുവന്നു. 12 വർഷത്തിനുള്ളിൽ ക്ഷേത്രം നിർമ്മിക്കാൻ 23 ലക്ഷം രൂപയും 2000 തൊഴിലാളികളും എടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.